ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതുഞായറായും ദൈവകരുണയുടെ തിരുനാളായും നമ്മൾ ആഘോഷിക്കുകയാണ്. ഈശോ തൻ്റെ തിരുവിലാവിലെ മുറിവിനെ ലോകം മുഴുവൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന വെളിപ്പെടുത്തിയ ദിവസമാണ് ഇന്ന്. ഈശോ ഉദ്ധാനത്തിന് ശേഷം അപ്പസ്തോലന്മാരെ കാണാൻ വരുന്ന ആ രംഗം, അവിടെ അന്ന് തോമാസ് ലീഹ ഇല്ല. തോമാസ് ലീഹ ഇല്ലാത്ത സമയത്താണ് ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് തോമാസ് ലീഹ വരുമ്പോൾ മറ്റപ്പസ്തോലന്മാർ തോമാസ് ലീഹയോട് പറയുന്നുണ്ട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഉദ്ധിതനായ ഈശോയെ കണ്ടു എന്ന് പറയുമ്പോൾ തോമാസ് ലീഹ ഇങ്ങനെ മറുപടി പറയും, കർത്താവിൻ്റെ ആണിപ്പാടുകളിൽ, കൈകളിലെ ആണിപ്പാടുകളിൽ എൻ്റെ വിരൽ തൊടാതെ, അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് തോമാസ് ലീഹ പറയുന്നുണ്ട്. പിന്നീട് ഒരു 8 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈശോ അപ്പസ്തോലന്മാരെ കാണാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് തോമാസ് ലീഹായും അപ്പസ്തോലന്മാരുടെ കൂടെയുണ്ട്. തോമാസിനെ കണ്ട് കർത്താവ് അടുത്തേക്ക് വിളിച്ചു പറയും, തോമാസെ, നിന്റെ കൈ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, നീ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക, എൻ്റെ കൈകളിൽ ആണിപ്പാടുകൾ നീ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ തിരുവിലാവിലെ മുറിവിനെ ലോകം മുഴുവൻ്റെ മുമ്പിൽ, അപ്പസ്തോലന്മാരുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയോട് ഇങ്ങനെ പറയും, എൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെടാൻ വേണ്ടി ഞാൻ അനുവദിച്ചത് അത് നിനക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഹൃദയം മുഴുവൻ കരുണയാണെന്ന് നീ അറിയണം. എൻ്റെ ഹൃദയത്തിൽ അഭയം തേടുന്ന ഒരു പാപി പോലും ആശ്വസിപ്പിക്കപ്പെടാതെ പോവുകയില്ല. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ലോകം മുഴുവനിലേക്ക് കരുണ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1931 ഫെബ്രുവരി 22 ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ എന്നതുപോലെ ഈശോ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്ന് 2 രശ്മികൾ, വെള്ള നിറത്തിലുള്ള രശ്മിയും ചുവന്ന നിറത്തിലുള്ള രശ്മിയും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വമിക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ ഇങ്ങനെ പറയും, ഫൗസ്റ്റീന, നീ ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ചിത്രകാരൻ്റെ സഹായത്തോടുകൂടി ഒരു ചിത്രം വരയ്ക്കുക. ആ ചിത്രം ആദ്യം നിന്റെ മഠത്തിലെ ദേവാലയത്തിലും പിന്നീട് ലോകം മുഴുവനിലും അത് പ്രതിഷ്ഠിക്കപ്പെടണമെന്നും വണങ്ങപ്പെടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയും അന്നേ ദിവസം ഈ ചിത്രം അത് ആഘോഷമായി വെഞ്ചരിക്കുകയും അത് പരസ്യമായ വണക്കത്തിന് വെക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് തന്നെ ആ ചിത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ആ ചിത്രത്തിൻ്റെ അടിയിൽ ഈശോയെ ഞാനങ്ങനെ ശരണപ്പെടുന്നു എന്ന വാക്ക് എഴുതി വയ്ക്കാൻ പറയുന്നുണ്ട്. ആ ചിത്രത്തിൻ്റെ അർത്ഥം ഇതാണ്, കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് 2 പ്രകാശ രശ്മികൾ പുറപ്പെടുന്നത് കാണാൻ പറ്റും. ഒരു ചുവന്ന നിറത്തിലുള്ള രശ്മിയും ഒരു വെള്ള നിറത്തിലുള്ള രശ്മിയും. അത് കർത്താവ് കുരിശിൽ കിടക്കുന്ന സമയത്ത് ഒരു പടയാളി ഒരു കുന്തമെടുത്ത് കർത്താവിൻ്റെ മരണം ഉറപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ പാർശ്വത്തിൽ ആഞ്ഞു കുത്തുന്നുണ്ട്. ഉടനെ അവിടെ രക്തവും വെള്ളം ഒഴുകുന്നുണ്ട്. ആ രക്തത്തെയും വെള്ളത്തെയാണ് ഈ 2 പ്രകാശ രശ്മികൾ സൂചിപ്പിക്കുന്നത്. ചുവന്ന പ്രകാശരശ്മി കർത്താവിൻ്റെ രക്തത്തെയും, വെള്ള നിറത്തിലുള്ള പ്രകാശരശ്മി ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ആ വെള്ളത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരു ആത്മാവിനെ മറച്ചു പിടിക്കുന്ന പരിചയാണ് ആ പ്രകാശരശ്മികൾ. അത് കർത്താവിൻ്റെ മഹത്വമാണ് ആ ചിത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. അത് കൃപയാണ് ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 34 സങ്കീർത്തനം 5-ാമത്തെ വചനം എങ്ങനെയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ വചനത്തിൻ്റെ ഒരു അനോയിൻറ്റിംഗ് ആണ്, അഭിഷേകമാണ് ആ ചിത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ദിവസം ഈ ചിത്രം ആഘോഷമായിട്ട് വെഞ്ചരിക്കപ്പെടുകയും അത് പരസ്യമായ വണക്കത്തിന് വെക്കപ്പെടുകയും വേണം. അതിലൂടെ കർത്താവ് കരുണയാണെന്ന് എല്ലാ മനുഷ്യരും തിരിച്ചറിയണം. കർത്താവിൻ്റെ കരുണയെ എല്ലാവരും വാഴ്ത്തുകയും എല്ലാവരും മഹത്വപ്പെടുത്തുകയും വേണം. കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിയാതെ ഈ മാനവകുലം സമാധാനം കണ്ടെത്തുകയില്ലെന്ന് ഫൗസ്റ്റീനായോട് കർത്താവ് പറയുന്നുണ്ട്. 2000 ഏപ്രിൽ മാസം 30 വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയുടെ നാമകരണ പരിപാടിയുടെ ഇടയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് മാർപ്പാപ്പ പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണെന്ന്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാർപ്പാപ്പ ആയതുപോലെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഒരു വലിയ കൃപയുടെ ദിവസമാണ്. തിരുസഭാ മാതാവ് പരിപൂർണമായ ദണ്ഡവിമോചനം തൻ്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്നേ ദിവസം പ്രസാദപരാവസ്ഥയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ പരിപൂർണമായ ദണ്ഡവിമോചനം തന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, നീതിയുടെ വാതിലിലൂടെ കടക്കുന്നതിനേക്കാൾ മുമ്പ് ഞാനിതാ കരുണയുടെ വാതിലായിട്ട് വരുന്നു. നമുക്ക് കരുണയുടെ വാതിലൂടെ നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, വരൾച്ചയുടെ നാളുകളിൽ, മഴക്കാറുപോലെ കഷ്ടതയുടെ നാളുകളിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് എന്ന് പറഞ്ഞാൽ, മഴ പെയ്യാതെ ചൂടുപിടിച്ച് വരണ്ട് കിടക്കുന്ന ഒരു കാലാവസ്ഥയിൽ സസ്യജാലങ്ങളൊക്കെ വരണ്ട് ഉണങ്ങി തുടങ്ങി, അതുപോലെ വരണ്ടൊരു കാലാവസ്ഥയിൽ
ഭൂമി മുഴുവനെ കുതിർക്കുമാറ് മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ഈ ഭൂമിക്ക് കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ, ഈ സസ്യജാലങ്ങൾ കിട്ടുന്ന ഒരു പുതിയൊരു ഉണർവുണ്ടല്ലോ, അതേ ഒരു അനുഭവമാണ് ഒരു ആത്മാവ് കർത്താവിൻ്റെ കരുണയെ പറ്റി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ആ ഒരു അനുഭവമാണ് ഒരു ആത്മാവ് പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവിന്റെ കരുണയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അതുപോലത്തെ ഒരു അനുഭവമാണ്. കർത്താവ് നമ്മളെല്ലാവരും കരുണയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കാൻ വേണ്ടി കർത്താവ് വിളിക്കുന്നുണ്ട്. 103 സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം, അവിടെ നിന്ന് നിന്നെ സ്നേഹവും കരുണയും കൊണ്ട് കിരീടമണിക്കും. ഇന്നേ ദിവസം ആരെല്ലാം കർത്താവിന്റെ കരുണയിൽ അഭയം പ്രാപിക്കുന്നു, ആരെല്ലാം കുമ്പസാരി ചുരുങ്ങി അനുതാപത്തോടെ പ്രസാദരാവസ്ഥയിൽ കുർബാന സ്വീകരിക്കുന്നു, മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരെല്ലാം കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുന്നു, അവർക്കെല്ലാവർക്കും ഈ ഒരു അനുഭവം അവർക്ക് ലഭിക്കും. ദുഃഖവെള്ളിയാഴ്ച മുതൽ നമ്മൾ നൊവേന ചൊല്ലി ഒരുങ്ങുന്നുണ്ട്. ഈ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ നവനാൾ ചൊല്ലി ഒരുങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം കർത്താവിന്റെ കരുണയെ നമുക്ക് മഹത്വപ്പെടുത്താം, കർത്താവിന്റെ കരുണയെ നമുക്ക് ആരാധിക്കാം. കർത്താവ് നമ്മൾ വിളിക്കുന്നുണ്ട്. ബാറൂക്ക് പ്രവാചന പുസ്തകം 4:28 തിരുവചനം, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. തിരിച്ചു വന്ന് കർത്താവിന്റെ കരുണയെ നമുക്ക് തേടാം. നമ്മളാരും തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും അകലത്തിലല്ല, നമ്മളാരും ഈശോയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും ദൂരേക്ക് മാറിപ്പോയിട്ടില്ല. നമ്മളിപ്പോൾ എവിടെയായിരുന്നാലും കർത്താവിൻ്റെ കരുണയ്ക്ക് നമുക്ക് അവകാശമുണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത്. നിന്റെ പാപം എത്ര വലുതാണെങ്കിലും അതിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്നതാണ് കർത്താവിൻ്റെ കാരുണ്യം. നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും അതിൻ്റെ മുകളിലാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കാരുണ്യം. കർത്താവിൻ്റെ കരുണയിലേക്ക് നമുക്ക് തിരിയാം. നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, തിരുസഭയുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ വ്യാപരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ദൈവകരുണയുടെ തിരുനാളിൻ്റെ ദിവസം ദൈവകരുണയുമായി ബന്ധപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.